യഥാർത്ഥ ഭക്തൻ കക്കൂ. എനിക്ക് തോന്നുന്നതേ, ആ, ഒരുപാട് കാലം ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിനോടുള്ള ഭയം അങ്ങ് പോകുമായിരിക്കാം. ഞാൻ കട്ടാലും ദൈവം ഒന്നും ചെയ്യില്ലെന്ന് എന്തോ ഒരു മാനസികമായ വിഭ്രാന്തിയാണല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യുമോ. പിന്നെ ഈ ധാർമ്മികത പോകുന്നതാണ് വിഷയം. പണത്തിനോടുള്ള ആർത്തി, അതൊക്കെ വ്യക്തിപരമായ അപരേഷനാണ്. പിന്നെ സിസ്റ്റം ഫെയിലിയർ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ശബരിമലയുടെ ഫെസ്റ്റിവൽ നടത്തിപ്പ് ഇപ്പോൾ വരുമാനം 500 കോടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എത്ര രൂപ ചിലവായി? ചിലവിൻ്റെ കണക്കെടുക്കണം. ഒരുപാട് ചിലവായിട്ടുണ്ട്. അനാവശ്യ ചിലവായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അടുത്ത വർഷം തൊട്ട് ശബരിമല ഫെസ്റ്റിവലിന് മാത്രം ഒരു ഡീറ്റെയിൽഡ് ബജറ്റ് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബജറ്റും ഇത്ര രൂപയ്ക്കുള്ളിൽ ഇത് തീർക്കണം. അത് ഇന്ന കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. ഇപ്പോൾ ബജറ്റില്ല. നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചോദിക്കുന്ന പൈസ കൊടുക്കും, ഇയാൾ അവസാനം കണക്ക് തരും. അതുപോരാ. അതൊരു ബജറ്റോട് കൂടി ഇപ്പം 150 കോടി രൂപ നിങ്ങൾക്ക് ചിലവാകുമെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് ചിലവാകും. നമുക്ക് നേരത്തെ അറിയാമല്ലോ. ആ ബജറ്റ് ബോർഡ് അപ്രൂവ് ചെയ്ത് കൊടുത്താൽ ആ ബജറ്റിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇതിപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 കോടി അഡ്വാൻസ്, 10 കോടി അഡ്വാൻസ്, ഇങ്ങനെ ചോദിക്കുന്ന കൊടുക്കും. അവസാനം കണക്ക് തരും. ഈ കണക്ക് തരാനും വൈകും. ഉടനെ ഓഡിറ്റ് വൈകും. ഉടനെ കോടതി ഞങ്ങളെ ശാസിക്കും. എവിടെ ഓഡിറ്റ് എവിടെ? ഇതിൻ്റെയൊക്കെ സിസ്റ്റം ഫെയിലിയർ ഒരുപാടുണ്ട്.